ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു മിനി പൗച്ചാണ് ചെയ്യുന്നത്. ഒരു ചെറിയ അളവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ അളവ് നോക്കാം. ഇതിൻ്റെ വിഡ്ത്ത് 14.5 ഇഞ്ചാണ്. ലെങ്ത് 10.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിന് ഞാൻ പേപ്പർ ക്യാൻവാസാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അയൺ ചെയ്യുകയും ചെയ്യാം, പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ലൈനിങ്ങും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫാബ്രിക് ക്യാൻവാസാണ് നല്ലത്. ശേഷം 3 കൂടി ചേർത്ത് പിൻ ചെയ്ത് വെച്ചിട്ട് കോർണർ ടു കോർണർ ഒന്ന് 1 ഇഞ്ച് സ്പേസ് വിട്ട് ഡിസ്റ്റൻസ് വിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 3 കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ വീതിയിലാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇപ്പോൾ 14.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി, 10.5 ഇഞ്ച് നീളവുമാണ്. അപ്പോൾ നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് നമ്മൾ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് 3.5 ഭാഗം ഇട്ടിട്ടുണ്ട്. ഇട്ടൊന്ന് മാർക്ക് ചെയ്തൊന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 10.5 ഇഞ്ചാണ് നമ്മൾക്കുള്ളത്. അതിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുകയാണ്. 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് 3 പാർട്ടായിട്ട് 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 3.5 അങ്ങനെ 3 പാർട്ടായിട്ടാണ് നമുക്കിത് അടയാളപ്പെടുത്തേണ്ടുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു 3.5 ഇഞ്ച്. മൂന്നാമത്തെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു 3.5 ഇഞ്ച്. അങ്ങനെ നമ്മൾ 3 ഇതിനെ ഡിവൈഡ് ചെയ്തു. എന്നിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. ഇപ്പം ആ മിഡിൽ പോർഷനിലുള്ളത് മാത്രം നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ആ മുകളിലത്തതും താഴത്തതും ആ പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അങ്ങനെയാണ് ഈ പൗച്ച് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ 3.5 ഇഞ്ചാണ് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലും ഇട്ടിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡും 3.5 ഇഞ്ച് വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനെ തുല്യ ഭാഗമായിട്ട് 3 ഇപ്പോൾ വലിയ അളവാണെങ്കിലും അതിനെ 3 ഡിവൈഡ് ചെയ്താൽ മതി. ആ മിഡിൽ പോർഷൻ നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ താഴത്തതും മുകളിലത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തപ്പോൾ ഇതേ ഷേപ്പിലാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ 2 പാർട്ട് 3.5 ഇഞ്ചിൻ്റെ നമ്മൾ കട്ട് ചെയ്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടുന്ന് ആ ലെഫ്റ്റ് സൈഡ് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ്, സിബ് വയ്ക്കാനാണ്. 1 ഇഞ്ചൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു. നമ്മൾ സിബ് വയ്ക്കുന്നത് 10.5 ഇഞ്ചിലാണ്. 10.5 ഇഞ്ചുണ്ട്, അവിടെയാണ് നമ്മൾ സിബ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സിബ് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. ശേഷം നമ്മൾ 1 ഇഞ്ച് കട്ട് ചെയ്ത് ആ പീസും കൂടി സിബുമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്കതിന് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ചും കൊടുത്തു കഴിഞ്ഞു.
ഇനി നമ്മൾക്ക് റണ്ണർ ഇടണം. റണ്ണറും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾക്കതിനെ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് തയ്ക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. നമ്മൾ ആദ്യത്തെ ആ 2 ഭാഗവും കൂടി ഒന്ന് അത്രയും വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഭാഗം കൂടി 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ഇതേ രീതിയിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ 2 ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 കൂടി ചേർത്ത് വെച്ച് അത്രയും ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആ 2 വശവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയും വീണ്ടും ആ 2 ലെഫ്റ്റും റൈറ്റും ആ 2 ഭാഗവും ഒന്ന് 2 വശങ്ങളിലും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ആ ഫ്രണ്ട് പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞു. ഇപ്പം നമുക്ക് ബാഗ് റെഡിയായി കഴിഞ്ഞ്. നല്ല കുഞ്ഞു കുട്ടീസ് പൗച്ചാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഹെയർ ക്ലിപ്പൊക്കെ ഇടാൻ ഉപയോഗിക്കും. നമുക്ക് കോയിൻസ് ഇട്ട് വെക്കാം. ഇതിന് കുഞ്ഞ് ബാഗാണ്. നല്ല ഉള്ളുള്ള പൗച്ച് തന്നെയാണ്. കുറച്ച് തുണിയും മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെയൊക്കെ ബാലൻസ് വരുന്നത് വെച്ചിട്ടാണ് ഇത് തയ്ച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല കുഞ്ഞു ബാഗാണ്. ഇതുപോലെ കുഞ്ഞു പൗച്ചെല്ലാം തയ്ച്ച് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗമാണ്. ഇനി നമ്മൾ ആ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അത് നമുക്ക് ഞാനൊന്ന് ഉപയോഗപ്പെടുത്തുവാണ്. അപ്പോൾ അത് 2 കൂടി ഞാൻ ചേർത്ത് വെച്ച് 2 പീസ് കൂടി ചേർത്ത് വെച്ചൊന്ന് തയ്ച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലെങ്ത് 10.5 വിഡ്ത്ത് 6 ഇഞ്ചാണ്. ശേഷം അതിനൊന്ന് സിബ് വെച്ച് കൊടുക്കുക. ലെങ്ത് വശമാണ് സിബ് 6 ഇഞ്ചിലാണ് നമ്മൾ സിബ് വെക്കുന്നത്. അപ്പോൾ സിബിൻ്റെ മറുവശം കൂടി ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. ശേഷം നമുക്കിതിനെ ഓപ്പൺ ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിനെ ബാക്ക് സൈഡ് ആക്കിയിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് ബാലൻസ് സിബുള്ളതൊന്നും കട്ട് ചെയ്യണം. ഇപ്പോൾ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് 1 ഇഞ്ച് ആ താഴെ കോർണർ 2 സൈഡ് 1 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്യണം. ഒരു ബോക്സിൽ ആയിട്ട് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. 1 ഇഞ്ചാണ്. 1 × 1. ഇപ്പോൾ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾക്കതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് പൈപ്പിംഗ് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇപ്പം നമുക്ക് വെറുതെ കളയാതെ നമുക്ക് ആ 2 പീസ് ജോയിൻ ചെയ്ത് നമ്മളിതുപോലെ ഒരു പൗച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗമുള്ളത് തന്നെയാണ്. ഇപ്പോൾ 2 നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ ബാലൻസ് വരുന്ന തുണിയിലാണ് ഈ ചെയ്തെടുക്കുന്നത്. എന്നാൽ നല്ല ഉപയോഗമാണ് നമ്മൾക്ക്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.